പരിഷ്കരണത്തിലും കുരുങ്ങി മട്ടന്നൂരിലെ ഗതാഗതം. പുതിയ നിർദ്ദേശങ്ങൾ പലതും പാലിക്കപ്പെടാത്തതും കുരുക്ക് മുറുക്കുകയാണ്. അടിയന്തരമായി ഇടപെടൽ ഇല്ലെങ്കിൽ അഴിയാക്കുരുക്കായി മട്ടന്നൂരിലെ ഗതാഗതം മാറും. ട്രിപ്പിൾ ജംഗ്ഷനിലെ ഡിവൈഡറുകൾക്ക് പുറമെ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് കുറച്ചുകൂടി നീട്ടി. ബസ് സ്റ്റാൻഡിന് മുന്നിലും കണ്ണൂർ റോഡിലും താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വാഹന പാർക്കിംഗ് നിരോധിത മേഖലകളും വൺ വേ റോഡുകളും പ്രഖ്യാപിച്ചു. അങ്ങനെ ട്രാഫിക് പരിഷ്കരണം നടത്തി. അതിനുശേഷം വീണ്ടും നഗരസഭയും പോലീസും സംയുക്ത രാഷ്ട്രീയ കക്ഷികളും വ്യാപാരികളും അടങ്ങുന്ന സംഘം പോരായ്മകൾ പരിശോധിച്ച് ഒന്നുകൂടെ പരിഷ്കരണം ശക്തമാക്കി. എന്നിട്ടുള്ള കാഴ്ച ഇനി കാണാം. സാധാരണ കൂടുതൽ കുരുക്കുണ്ടാകുന്നത് വൈകുന്നേരങ്ങളിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പകലും കുരുക്ക് മുറുകുകയാണ്. അതിന് പ്രധാനമായും കാരണം ഇരിട്ടി റോഡിൽ നിന്നും ഇരിക്കൂർ റോഡിലേക്ക് പോകുന്ന വൺ വേ റോഡാണ്. ഇരിക്കൂർ ഭാഗത്ത് പോകാനുള്ള ചെറിയ ലോറി ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് പോകേണ്ടത്. തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നതും ഇരിട്ടി ഭാഗത്ത് നിന്ന് വരുന്നതുമായ ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ടുന്ന ചെറുകിട വാഹനങ്ങൾ ഈ കാണുന്ന വൺ വേ റോഡിലൂടെ വേണം പോകാൻ. ഒരേ സമയം ഒരുമിച്ച് വാഹനങ്ങൾ വരുമ്പോൾ കൂടുതൽ സമയം ഗതാഗതം തടസ്സപ്പെടുകയാണ്. കൂടാതെ ഈ റോഡിന് സമീപം സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ വാഹനം നിർത്തിയിടുന്നതും വൺ വേ ലംഘിച്ച് ഈ റോഡിലൂടെ വാഹനങ്ങൾ വരുന്നതും ഗതാഗത കുരുക്കിന് ഇടയാക്കുകയാണ്. ഇവിടെ ഇത്തരം നിയമലംഘനം തടഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇവിടെ പോലീസ് ഉണ്ടായാൽ തന്നെ വാഹനങ്ങൾ നിർത്തുന്നതും വൺ വേ റോഡിലെ ക്രമം തെറ്റിച്ചുള്ള വാഹനങ്ങൾ വരുന്നതും തടയാൻ സാധിക്കും. എന്നാൽ അതിനു മാത്രം പോലീസുകാരാകട്ടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലുമില്ല. അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനത്തിന് പറയാനുള്ളത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.